ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. പാകിസ്ഥാൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല, ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഈ നിലപാട് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നത്. പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ ഒരു വാഗ്ദാനം അമേരിക്കയ്ക്ക് നൽകിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞു വെച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനിന് ഒരു ബീട്രയലാണ്. ശരിക്കും ഇറാനിട്ട് കൊടുക്കുന്ന ഒരു അടിയായിട്ട് തന്നെ ഇത് കരുതപ്പെടും. കാരണം ഇതിൽ രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഒന്ന്, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആണവായുധമുണ്ട്. ആ ആണവായുധം ശരിക്കും ഇസ്രായേൽ എയിം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അതിനെ തകർക്കണം എന്നുള്ള നിലപാട് ഇസ്രായേലിനുണ്ട്. ഇറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പാകിസ്ഥാനിലോട്ട് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പേടിയിൽ നിന്നും പുറപ്പെട്ട ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു തീരുമാനമായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം. പക്ഷേ ഏത് രീതിയിലെടുത്താലും ഇസ്രായേലിനെ ഇതുവരെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് തന്നെ അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ഇത് പാകിസ്ഥാന്റെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മിലിറ്ററിയുടെയോ മാത്രം തീരുമാനമല്ല, ഇത് അവിടുത്തെ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന വിഷയം കൂടിയാണ്. മൗദൂദിസത്തിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ടീച്ചിങ്സ് ആണ് അവിടെ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ ഫത്വകൾ കംപ്ലീറ്റ്, ഈ ഫത്വ എന്ന് പറയുമ്പോഴത്തേക്കും ചില അമെൻമെന്റുകൾ നമ്മളുടെ പാർലമെന്റിലൊക്കെ നമ്മൾ ഭേദഗതി വരുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കുന്ന കണക്കാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഫത്വ പുറപ്പെടുവിക്കുന്നത്. ഈ ഫത്വ പുറപ്പെടുവിക്കുന്നത് ഈ മൗദൂദിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിസിലാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ ഈ ഫത്വയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും ഒരു ജൂയിഷ് സ്റ്റേറ്റിനെ അംഗീകരിക്കില്ല. അങ്ങനെ അഥവാ പാകിസ്ഥാൻ അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു കലാപം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ വളരെ സമാധാനപ്രിയരായിട്ടിരിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അവിടെ, കുറേ വിശ്വാസികൾ. അവരെല്ലാവരും കൂടി ഇപ്പം ഇതിനകത്ത് അങ്ങ് ഇറങ്ങും. പാകിസ്ഥാന്റെ ഗവൺമെന്റിന് പോലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ തള്ളപ്പെടും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് പണ്ട് മൊസാദും ISIയും കൂടെ ചേർന്ന് പല ഓപ്പറേഷൻസും അവർ നടത്തിയിട്ടുണ്ട്, അതായത് സോവിയറ്റിനെതിരെയൊക്കെ. അന്നത്തെ സിറ്റുവേഷൻ വേറെയായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ സിറ്റുവേഷൻ വേറെയായിരുന്നു. കാരണം അന്ന് അതിനൊപ്പം അമേരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു പശ്ചാത്തലം, അമേരിക്കയുടെ ഒരു സപ്പോർട്ടും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മൊസാദും ISIയും കൂടെ ചേർന്ന് പ്രവർത്തിച്ചത് ഒരു പർട്ടിക്കുലർ മിഷന് വേണ്ടിയിട്ട്. കാരണം അന്ന് തൊട്ടേ അമേരിക്കയ്ക്ക് അറിയാം പാകിസ്ഥാനികൾക്ക് കുറച്ച് പൈസ നക്കാപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് സൈഡിൽ വേണമെങ്കിലും മലക്കമറിഞ്ഞ് എന്ത് പ്രവൃത്തിയും കാണിക്കുമെന്നുള്ളതിൽ 100% അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ ഫോൺ കോളിൽ അസീം മുനീറിനെ അമേരിക്കയിൽ എത്തിക്കാൻ പറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൈനയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സാഹചര്യത്തിൽ ചൈന ഏതാണ്ട് 70-80 ബില്യണോളം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വിളിച്ചുടനെ പെട്ടെന്ന് തന്നെ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് മാനസികാവസ്ഥയാണ്. അതായത് ഒരു രീതിയിലുള്ള ഡിഗ്നിറ്റിയും കീപ്പ് ചെയ്യാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ എത്തിയ സമയത്ത് നൊബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുകയും അതിലുപരിയായിട്ട് വാഷിങ്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറും വന്നിട്ടില്ല എന്ന് അവരുടെ സമ എന്ന് പറഞ്ഞ ആ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വാഷിങ്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറും വന്നിട്ടില്ല, പാകിസ്ഥാൻ സ്വമേധയായിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തതുപോലെയുള്ള ചില നെറേറ്റീവ്സ് ഒക്കെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിന് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ അബ്രഹാം അക്കോർഡിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ താല്പര്യമില്ല. കാരണം പാകിസ്ഥാൻ ഇറാനോടൊപ്പം ഒരിക്കലും ഒത്തുചേർന്ന് പോവില്ല. കാരണം ഇറാൻ ഫുൾ ആൻഡ് ഫുൾ ഒരു ഷിയ കൺട്രിയാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ സുന്നി മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യുന്ന സുന്നി ഡോമിനൻസ് ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവരെപ്പോഴും സുന്നി ചേരിയിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇറാനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാൻ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എപ്പോഴും പാകിസ്ഥാനൊരു തീരുമാനം പുറത്തു പറയുമ്പോഴത്തേക്കും അത് രണ്ട് മെത്തേഡിലാണ് അവർ അവതരിപ്പിക്കുക. ഒന്ന്, ഈ അബ്രഹാം അക്കോർഡിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും പാകിസ്ഥാന് താല്പര്യമില്ല, അബ്രഹാം അക്കോർഡിനെ കുറിച്ച് അവർ അബ്രഹാം അക്കോർഡിലേക്ക് ജോയിൻ ചെയ്യാൻ പാകിസ്ഥാന് താല്പര്യമില്ല എന്നുള്ള നിലയിൽ അവരുടെ മീഡിയ കംപ്ലീറ്റ് ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം എന്തുകൊണ്ടാണ് ഇവർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം അക്കോർഡിനെ കുറിച്ച് ചർച്ച നടത്തേണ്ട കാര്യമേ ഇല്ലല്ലോ. കാരണം അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ ഇതുവരെ അംഗീകരിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഇവർ അബ്രഹാം അക്കോർഡിനെ എടുത്ത് ചർച്ച ചെയ്യുന്നത്? അതായത് അമേരിക്കയുടെ സൈഡിൽ നിന്നും പ്രഷർ കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാന് പ്രഷർ കിട്ടിയ പാടെ ഇവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ അബ്രഹാം അക്കോർഡിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാട് ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ് തിയറിയാണ്. അതായത് ഇന്ത്യ പറയുന്ന അതേ തിയറി, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് അബ്രഹാം അക്കോർഡിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അത് അബ്രഹാമിക് റിലീജിയനിൽ കീഴിൽ വരുന്ന ജൂവിഷ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഇവർ 3 പേരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കരാറായിട്ടാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പാകിസ്ഥാനും അതേപോലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഇറാനുമായിട്ട് പാകിസ്ഥാൻ ഡയറക്റ്റ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. എത്രയോ കാലങ്ങൾ കൊണ്ട് തന്നെ ഇറാന്റെ സൈഡിൽ നിന്നും ഓയിൽ, അതായത് റിഫൈൻഡ് ഓയിൽ, ക്രൂഡ് ഓയിൽ എല്ലാം തന്നെ ഇവർ കടത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ബലൂചിസ്ഥാൻ റൂട്ടിലൂടെ. ഇറാനിൽ നിന്നും ബലൂചിസ്ഥാൻ ത്രൂ കടത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ എത്തിക്കുന്ന എണ്ണയുടെ അളവെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല.
ആ റൂട്ടിൽ ഓടുന്ന കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ ട്രക്കുകൾ, ഇതേപോലെ ലോഡ് കെയറിംഗ് വെഹിക്കിൾ എല്ലാം തന്നെ, ലോറികളെല്ലാം തന്നെ ഈ ബലൂചിസ്ഥാനിലും, അതായത് ഇറാന്റെ ഭാഗത്ത് കുറച്ച് ബലൂചിസ്ഥാന്റെ പാർട്ടുണ്ട്, അതുപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ കുറച്ച് ബലൂചിസ്ഥാന്റെ പാർട്ടുണ്ട്. ഇതിന്റെ മിഡിൽ ഏരിയ എന്ന് പറഞ്ഞാൽ നോമാൻസ് ലാൻഡ് ആണ്. ഈ നോമാൻസ് ലാൻഡിലാണ് കംപ്ലീറ്റ് എണ്ണ കച്ചവടം നടക്കുന്നത്. അവിടെ വലിയ വലിയ ടാങ്കർ ലോറികൾ അവിടെ എണ്ണ വെച്ച് കാത്തു കിടക്കും. ഈ ട്രാൻസ്പോർട്ട് നടത്തുന്ന ലോറികളും വാഹനങ്ങളും അതിൽ പാസ് ചെയ്ത് പോകുന്ന എല്ലാം തന്നെ വളരെ ചെറിയ തുച്ഛമായ പൈസ എണ്ണ അടിച്ചിട്ടാണ് അവിടെ നിന്നാണ് ഇവർ വാഹനങ്ങൾക്ക് ഫ്യൂൽ എടുക്കുന്നത്. ആ രീതിയിൽ ഇപ്പോഴും ഇല്ലീഗലായിട്ട് ഈ ഒരു സർവീസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തിലുള്ള രാജ്യമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ. ഞങ്ങളുടെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ ആണവായുധം തരുമെന്ന് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞ രാജ്യമാണ് ഇറാൻ. എന്നിട്ടും ഇവർ തിരിച്ചടിക്കുന്നു. ഡിപ്ലോമസിക്ക് വേണ്ടി പല ഡയലോഗുകളും മാറ്റിമറിച്ചൊക്കെ പാകിസ്ഥാൻ പറയാറുണ്ട് എങ്കിലും പക്ഷേ ഈ രീതിയിൽ ഒരു തിരിച്ചടി ഇറാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ഹൂട്ടായിട്ട് അംഗീകരിച്ചുകൊണ്ട് അബ്രഹാം അക്കോർഡിലേക്ക് പോകാൻ വരെ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്നും പാകിസ്ഥാന്റെ ഹിപ്പോക്രസി, ഇരട്ടത്താപ്പിന്റെ രാജാക്കന്മാരായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കുത്തിത്തിരിപ്പ് തന്നെയായിരിക്കും. യുവന്മാരെ കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. അമേരിക്ക എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമുക്കറിയത്തില്ല. പക്ഷേ ഈ രീതിയിൽ പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിനും ദോഷം തന്നെ വരത്തുള്ളൂ. കാരണം എവിടെ പോയാലും കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരാണ് ഇവന്മാർ. അതിലുപരിയായിട്ട് മതനിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ പാകിസ്ഥാൻ നമ്പർ 1 ആണ്. അപ്പൊ അത് ഈ അറബ് രാജ്യങ്ങൾക്കും കൂടി ഒരു ദോഷമായി തീരാനുള്ള സാഹചര്യത്തിനെ വഴിയൊരുക്കുള്ളൂ. അപ്പൊ എന്തായാലും നിലവിൽ പാകിസ്ഥാന്റെ ഒരു നിലപാടാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിൽ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദാർ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം അക്കോർഡിലേക്ക് ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു 2 സ്റ്റേറ്റ് തിയറിയെ അതൊരിക്കലും എതിർക്കുന്നില്ല. അത് 2 സ്റ്റേറ്റ് തിയറിക്ക് എതിരായിട്ടല്ല അത് വരുന്നത് എന്നുള്ള രീതിയിൽ അതിനെ മയപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പൊതുജനങ്ങളുടെ മധ്യേ നമ്മൾ അബ്രഹാം അക്കോർഡുമായിട്ട് അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, നമുക്ക് അമേരിക്കയുടെ പ്രഷർ ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള നിലയിൽ പറഞ്ഞു ധരിപ്പിക്കുകയും, അതായത് പാകിസ്ഥാന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉപദേശമാണ് പാകിസ്ഥാന്റെ ഓരോ മിനിസ്റ്റർമാരും ഇപ്പം അബ്രഹാം അക്കോർഡിനെ കുറിച്ചിട്ട് പുറത്ത് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാണ് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രൊപ്പഗൻഡ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്ത് നമ്മളും ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഒരു നാടകമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മതനിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന, ശരിക്കും ഈ മൗദൂദിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും ഇസ്രായേലുമായിട്ട് ഒരു അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് നടക്കുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.